സ്വർഗവാണി എന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെയും ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം വീണ്ടും നമുക്ക് കർത്താവ് ദാനമായിട്ട് തന്നു. ഇന്ന് സ്വർഗവാണിയിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാതിരുന്ന ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ആ കോൾ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ ആലീസ് ആന്റി, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂര് കേളകം. എനിക്കൊന്ന് കഴിഞ്ഞ മുൻ എപ്പിസോഡുകളിൽ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാനത് കണ്ടില്ലല്ലോ. എന്റെ ആണല്ലേ. എല്ലാ ശനിയാഴ്ചകളും വെയിറ്റ് ചെയ്യുക കേട്ടോ. വരും തീർച്ചയായിട്ടും. ആന്റി നിരാശയാവണ്ട. പിന്നെ എന്തുണ്ട് കണ്ണൂരൊക്കെ വിശേഷം? കണ്ണൂരൊക്കെ എന്തുണ്ട് വിശേഷം? നല്ല മഴയല്ലേ. മഴ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉരുള് പൊട്ടി. നമ്മുടെ വീടിന്റെ അങ്ങോട്ടൊന്നും കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ച്. ആണോ? എങ്കിൽ നമുക്ക് ആ ഒരു ദുരിത ബാധിതരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു അവസ്ഥയൊക്കെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാ. അതെ അതെ. എന്തായാലും അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നെഞ്ചിന് ഭയങ്കര ഒരു നീറ്റിലാണ്. അയ്യോ, കാണാൻ പറ്റുന്നില്ല. അതെ അതെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം ആന്റി. നമുക്ക് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെ കാണുന്ന നിങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്യുക. അത് ഏത് രീതിയിലായാലും. എന്നാലും ആന്റി ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ആന്റി കുടുംബത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. കല്യാണം നടന്നില്ല, അതുകൊണ്ട് അതൊന്നും വിഷമിക്കണ്ട. ദൈവത്തിനൊരു ടൈമുണ്ട്. റൈറ്റ് ടൈമിൽ കർത്താവ് പ്രവർത്തിക്കും. അത് മുൻപേ ആകത്തില്ല, പിന്നീടും ആകത്തില്ല. കറക്റ്റ് ടൈമിൽ കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. എപ്പോഴും നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു താമസം വരുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ദൈവം ഇനി തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കല്യാണമായിരിക്കും തരുന്നത്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. അത് ഞാൻ ആന്റിയോട് ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ ഹന്നായിക്ക് മക്കളില്ലായിരുന്നല്ലേ? ഹന്നായെ പറ്റി അറിയത്തില്ലേ? ഒത്തിരി നിന്ദിതയായിരുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളില്ല എന്നുള്ള പേരില് ഒത്തിരി പരിഹാസം കേട്ടൊരു വ്യക്തിയാ ഹന്ന, അല്ലേ? അതെ, ഭയങ്കര നിരാശയിൽ പോയി. പക്ഷേ ശരിക്കും ഹന്നായെ കർത്താവ് ശരിക്കും ഹന്നായുടെ ഗർഭഫലത്തെ ദൈവം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതെന്താ കാരണം എന്നറിയാവോ? ഒരു പ്രഷ്യസ് ബേബി ഹന്നായിൽ നിന്നും പുറത്തു വരണമായിരുന്നു, അല്ലേ? ശമൂവേൽ, അല്ലെങ്കിൽ ശമൂവേലിനെ പോലെ ഒരു പ്രവാചകൻ അത് അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മളൊരു കുഞ്ഞിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഇവൻ ശമൂവേൽ ബാലനെ പോലെ വളർന്നു വരട്ടെ. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഹന്നായെ ദൈവം അങ്ങനെ അത്രയും നിർത്തിയിരുന്നത്. അതായത് അന്ന് തൊട്ട് ഇന്ന് വരെ അത്രയും നല്ലൊരു കുഞ്ഞ് വേറെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിട്ട് ആ പ്രിയ സഹോദരി എന്തെല്ലാം നിന്ന് കേട്ടു. ചേർത്ത് പിടിക്കേണ്ടവര് പോലും അവരെ വളരെ തള്ളി പറഞ്ഞു. ഭ്രാന്താണ്, വീഞ്ഞു കുടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും അങ്ങനെയാണ്. ആ കർത്താവ് എപ്പോഴും സ്നേഹിക്കുന്നവർക്കൊരു എപ്പോഴും ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ബ്രേക്ക് വെക്കും. അപ്പൊ അത് ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആന്റി വിഷമിക്കേണ്ട, ദൈവം നല്ലത് പ്രവർത്തിക്കും കേട്ടോ. പിന്നെ ഇത്രയും ദൂരം നിന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കണ്ണൂർ ആന്റി ആലീസ് ആന്റി മുമ്പും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ചില കോളേജിനെയൊക്കെ നമ്മുടെ ഓർമ്മയിലിരിക്കും. എനിക്കതുപോലെ ചെന്നിത്തലയിൽ നിന്നൊക്കെ വിളിക്കുന്ന ജോയി എന്നൊക്കെ പറഞ്ഞൊരു അപ്പച്ചനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥിരം ഓക്കെ. ഇന്ന് ഇതുവരെ മേ ബി കോള് ഇങ്ങനെ കിട്ടാതെ പോകുന്നോണ്ടായിരിക്കാം ഇന്ന്, അല്ലെങ്കിൽ കോള് വന്നേനെ. ഇപ്പം ഈ വിളിച്ച ആന്റിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കട്ടെ. ഒത്തിരി എത്രയോ പാവങ്ങൾ ഇങ്ങനെ മണ്ണിനടിയിലൊക്കെ പെട്ടുപോകുന്നു. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഭയങ്കരമായ അവസ്ഥയാണ്. എന്നാൽ നമുക്ക് നല്ലൊരു പാട്ട് ആലിസ് ആന്റിക്ക് പാടി കൊടുത്തിട്ട് തിരിച്ചു വരാം.
ബ്ലസൻ മേമന എഴുതി സംഗീതം നൽകിയ. നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഞാനെപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്ന് രാവിലെ കൂടെ ഞാൻ ശ്രദ്ധിച്ചു. എപ്പോഴും അദ്ദേഹം യേശുവിൻ്റെ സ്നേഹം, യേശുവിനെ പോലെ സ്നേഹിതൻ, യേശുവിനെ പോലെ വിശ്വസ്തൻ, അങ്ങനെ കർത്താവിൻ്റെ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുള്ള പാട്ടുകളാണ്. വളരെ മനോഹരമായ ഒരു പാട്ടല്ലേ എനിക്കൊരു ഉത്തമ ഗീതം. അതെ അതെ. ഇപ്പം പാടിയ എൻ്റെ ഹൃദയത്തിൽ തൊടാൻ യേശുവെ പോലെ ആരുമില്ല. അത് പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് അതാണ്. യേശുവിന് പകരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരാളില്ല. അതാണ് യേശു അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ. ആക്ച്വലി അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ആ ഡോക്ടർ എന്ന പദവിയിൽ ഉപരിയായിട്ട് ഒത്തിരി ദൈവവേല ചെയ്യുകയും മ്യൂസിക്കൽ മിനിസ്ട്രി അതേ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തൊരു മകൾ വ്യക്തിയാണ് ബ്ലസൻ മേമൻ. അദ്ദേഹത്തിൻ്റെ പാട്ടിനൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു അനോയിൻറ്റഡ് വോയിസുമാണ്. അതുപോലെ അനോയിൻറ്റഡ് സിംഗർ അങ്ങനെ തന്നെ പറയാം. ഒരു ഞാൻ ചില പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശരിക്കും ഒരു സംഗീതവുമായിട്ട് റിലേഷൻ ഇല്ലാത്ത പോലൊക്കെ നമുക്ക് തോന്നും. അതെ അതെ. പക്ഷെ വരികളൊക്കെ എവിടെയൊക്കെ ഒപ്പിച്ച് പാടുന്ന പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് എന്തോ ഒരു സ്പിരിച്വലി ഭയങ്കര കണക്ഷൻ നമുക്ക് കിട്ടും. റിപ്പീറ്റ് കേട്ട് നോക്കുമ്പം ഓരോ സാധാരണ പാട്ടുകൾ നമ്മൾ പറയാറുണ്ട്, ചില പാട്ടുകളൊക്കെ 1 ടൈം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ തോന്നില്ല. ഒരു 4 ടൈംസ്, ഒരു 5 ടൈം അത്രയും കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പതുക്കെ അതിനോടുള്ളൊരു ആവേശം മിക്ക പാട്ടുകൾക്കും കുറയാറുണ്ട്. പക്ഷേ ബ്ലസൻ മേമനയുടെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഒരു എവർഗ്രീൻ അത് ആദ്യമേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം കേൾക്കുമ്പം പെട്ടെന്ന് ഹൃദയത്തിലോട്ട് കയറണമെന്നില്ല. പക്ഷെ റിപ്പീറ്റ് കേൾക്കുമ്പം ഒരിക്കലും നമ്മൾ പിന്നെ പാട്ട് കേൾക്കാതിരിക്കത്തില്ല. അത് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തെ സമയത്ത് കേൾക്കാൻ പറ്റിയ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. എന്നാൽ നമ്മൾ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ആ കോൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാ വിളിക്കുന്നത്? നവീൻ. നോയൽ കുട്ടൻ എവിടെന്നാ വിളിക്കുന്നത്? ട്രിവാൻഡ്രം. ആണോ? ഓ ശരി ശരി. നോയൽ എന്തോ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്. ഓക്കെ. അന്തി പപ്പായും മമ്മിയൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ നോയലിനോട് ആദ്യമത്തെ നോയലിന്റെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക്. അപ്പൊ നോയൽമ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കേ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ നോയല് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാട്ട് പാടി കേട്ടോ. മോനെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ഇനിയും പാടാൻ ദൈവം സഹായിക്കട്ടെ. ഇനിയും വിളിക്കുവോ? വിളിക്കണേ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. കേട്ടോ, നന്നായിട്ട് പഠിക്കണം. സ്കൂളിലൊക്കെ പോകാറുണ്ടോ കറക്റ്റായിട്ട്? ഓക്കെ മോനെ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ നോയൽ കുട്ടാ. ഓക്കെ. ഇപ്പം നോയൽ നമ്മളെ വിളിച്ചത് നോയലാണ്. അതിനൊന്നും ക്ലിയർ ആയില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ആവേശത്തോടു കൂടി ഒരു കുഞ്ഞു കൊച്ചാണല്ലോ. എന്താണ് നോയലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പാടാമെന്ന് ചോദിച്ചതുള്ളൂ, ചാടിപ്പാടി അല്ലേ. നോയലെ ഞങ്ങൾ ഒത്തിരി നോയലിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നോയൽ എന്തായാലും ഈ എപ്പിസോഡ് കാണുന്ന സമയത്ത് വീണ്ടും വിളിക്കണം. നോയലിന്റെ പപ്പായും മമ്മിയൊക്കെ ഞങ്ങൾ തിരക്കിന്ന് പറയുക. നോയൽ പാടിയ പാട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അതെ. എപ്പോഴും സ്റ്റേജിലൊക്കെ പാടുന്നൊരു പാട്ടാണ്. അതെ. ശരിക്കും നമ്മളിതൊരു ആരാധനയ്ക്ക് പാടുന്നതാണെങ്കിൽ പോലും നമുക്കൊരു സോളോ ഒക്കെ പാടുമ്പോഴും ഞാൻ ഈ പാട്ട് ഉൾപ്പെടുത്താറുണ്ട്. അതെ. അപ്പം നമുക്ക് നോയലിന് നല്ലൊരു പാട്ട് പാടി കൊടുക്കാം. ഓക്കെ അല്ലേ? എന്നാലും ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ നോയൽ വളർന്നു വരുമ്പോൾ നല്ലൊരു പയ്യനായിട്ട്, നല്ലൊരു കുഞ്ഞായിട്ട് വളർന്നു വരട്ടെ. നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല ജോലിയൊക്കെ മേടിച്ച് എല്ലാവർക്കും പ്രയോജനമുള്ളവനെ തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പാട്ട് പാടിട്ട് തിരിച്ചു വരാം. ഓക്കെ.
നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, കാക്കയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ് അനിൽ അടൂരിൻ്റെ വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ പാട്ടിനകത്തെല്ലാം ഇങ്ങനെ നമുക്കുള്ള നീഡ്സ് കർത്താവ് അറിഞ്ഞ് ചെയ്യുന്ന ഉപകാരങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ്. അതെ അതെ, എനിക്ക് എൻ്റെ ആശ്രയം യേശു അത്രേ. അതെ, ഈ പാട്ടിന് ബാക്കി ഉള്ള എല്ലാ വരികളും അതേപോലെ എല്ലാ വരികളും രോഗിയായിരിക്കുമ്പോഴുള്ള അവസ്ഥ, അങ്ങനെ പല പല അവസ്ഥകളിരിക്കുമ്പോൾ പാടി ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ്. അപ്പോൾ നമ്മുടെ പ്രിയ നോയലിന് നമുക്ക് ഈ പാട്ട്, നോയലിനും കുടുംബത്തിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഇത് ഗ്രേസി മാവേലിക്കര എന്നാണ്. ഓ ശരി. ഗ്രേസി മാവേലിക്കര. ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡേ ഉള്ളൂ. മക്കളൊക്കെ 2 മക്കളുണ്ട്, 2 പേരും പുറത്താണ്. ഓ ശരി ശരി. ആന്റി, എന്തുകൊണ്ട് മാവേലിക്കരയിലൊക്കെ വിശേഷം? മാവേലിക്കര നല്ല മഴ, നല്ല. ഓക്കെ. മക്കള് എവിടാന്നാ പറഞ്ഞത്? ഒരു മോള് ബഹറില്, ഒരു മോള് സൗദി. ആണല്ലേ? ഒരു കല്യാണം കഴിച്ചതാണോ? അതെ അതെ, കല്യാണം കഴിഞ്ഞു. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഉണ്ട് ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ആണല്ലേ? ഓ ശരി ശരി. ആന്റി, നമ്മുടെ ബൈബിൾ മ്യൂസിയത്തെ പറ്റി അറിയാവോ? ഓ തീർച്ചയായിട്ടും അറിയാം. വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല, എനിക്ക് വരണം. അപ്പൊ ഒട്ടും താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് പോരും കേട്ടോ. ഓക്കെ. ഒരു നല്ലൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഔട്ടിംഗ് പോലെ കുറെ റിലാക്സ്ഡ് ആവുകയും ചെയ്യാം. നമ്മുടെ ബൈബിളിനെ പറ്റി ആധികാരികമായിട്ടൊക്കെ പഠിക്കാനും ഒക്കെ ഒന്നും കൂടി നമ്മൾ വായിക്കുന്നതിനപ്പുറം അറിയാനൊക്കെ സാധിക്കും. അപ്പം അത് ഒട്ടും താമസിപ്പിക്കണ്ട കേട്ടോ. അപ്പൊ ഗ്രേസി ആന്റി, അപ്പം ഇന്ന് ഗ്രേസി ആന്റി ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എനിക്ക് പാട്ടൊന്നും പാടാൻ എങ്കിൽ ഞങ്ങള് പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും? തീർച്ചയായിട്ടും. അന്നൊരു പാട്ട് പറഞ്ഞോ. എനിക്ക് ഉണർവിൻ വരം ലഭിപ്പാൻ എന്നുള്ള പാട്ട് പാടി. വളരെ സന്തോഷം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രേസി ആന്റിക്ക് വേണ്ടി മക്കൾക്കൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ ആ പാട്ട് പാടിത്തരാം കേട്ടോ. അപ്പൊ ആന്റി വീണ്ടും വിളിക്കണം. തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ, ഞങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി. അപ്പൊ നമ്മളെ വിളിച്ചത് ഗ്രേസി ആന്റിയാണ്, മാവേലിക്കരയിൽ നിന്നും. ഗ്രേസി ആന്റി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ആ ഒരു വോയിസിൽ അവർ സന്തോഷം അറിയാം. അപ്പം നമുക്ക് ആന്റിക്ക് നല്ലൊരു പാട്ട് പാടി. ആന്റി ഒരു പാട്ടിന് സജഷൻ പറഞ്ഞിട്ടുണ്ട്, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. യേശുവിനെ ഉയർത്തിടുവാൻ ദേശം
കുഞ്ഞു പ്രായം തൊട്ട് അതെ മിക്കവാറും കേൾക്കുന്നൊരു പാട്ടാണിത്. അതെ. ഏറ്റവും കൂടുതൽ ഏത് ടൈമിലാണ് കേട്ടിട്ടുള്ളതെന്ന് പറയാമോ? കൺവെൻഷൻ സമയത്ത്. കൺവെൻഷൻ്റെ ഈവനിങ്ങിൽ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് പാട്ടുകൾ കേടാറില്ലേ? ആ സമയത്ത് മെയിൻ ഒരു സോങ്ങാണ്. എനിക്ക് ഈ പാട്ട് ആൻറ്റി പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എനിക്ക് ആ ഒരു ഇതാണ് മനസ്സിലോട്ട് പെട്ടെന്ന് ആ ഒരു ഫീലാണ്. നമ്മുടെ ചെറുതിലേക്കുള്ള ആ ഒരു എന്താ പറയുന്നത്, അങ്ങ് ദൂരെ നിന്ന് കോളംബിക്കകത്തോടൊക്കെ കേൾക്കുമല്ലോ. അപ്പം നമ്മൾ ആ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. അതെ, ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ട്. അതെ, ഭയങ്കര. അതുകൊണ്ടാണ് ആൻറ്റി ആ പാട്ട്, അതായത് ഈ കുറച്ചു, അതായത് ഒരു 50+ ഉള്ള ആൻറ്റിമാരോ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ വിളിക്കുമ്പോൾ അവർ കൂടുതൽ ചോദിക്കുന്ന പാട്ടുകൾ ഒന്നാണ് ഈ ഇതേപോലുള്ള പാട്ടുകളൊക്കെ. അത്രയ്ക്കും ബ്ലെസ്സിങ് ആണ് ആ പാട്ടുകളൊക്കെ. കാരണം ഞാൻ ഇപ്പം എബി പറഞ്ഞ പോലെ നമ്മൾ ആ പാട്ട് ഈ കൊളംബിക്കകത്തോടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവേശം, അയ്യോ കൺവെൻഷൻ തുടങ്ങാറായി, പെട്ടെന്ന് പോകണം എന്നൊക്കെ ഒരു, എന്നാൽ അതൊക്കെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ, ഭയങ്കര ഒരു ഫീൽ അല്ലേ. എന്നാൽ നമ്മുടെ അടുത്ത കോളറുണ്ട്, നമുക്കത് കഴിഞ്ഞിട്ട് തിരിച്ചു. ഹലോ, എന്റെ സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് മോളി എന്ന് പറയുന്ന ഒരാളാണ്. മോളി. ഓക്കെ മോളി ആന്റി, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ സുഖം തന്നെ. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കും. വീട്ടിൽ ആരൊക്കെ ഉണ്ടായി? ഞാന്, ഹസ്ബൻഡ്, എന്റെ ഒരു മോന്, വൈഫ്, കുഞ്ഞ്. സാധാരണ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പം ആ ഒരു സ്ലാങ് കേൾക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇതിന്ന് ഒത്തിരി വ്യത്യസ്തമാണല്ലോ മോളി ആന്റിയുടെ. ഞങ്ങൾ തിരുവല്ലക്കാരാ. കണ്ടോ, അതാണ് നമുക്ക് പെട്ടെന്ന് ട്രിവാൻഡ്രം ഓരോരോ ജില്ലകളിൽ നിന്ന് വിളിക്കുമല്ലോ. അപ്പം തൃശ്ശൂർ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും ആ ഒരു സ്ലാങ് ആയിരിക്കും ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് അങ്ങനെ. അപ്പൊ അതിൽ നിന്നും ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് വല്ലതും വന്നതാണോ തിരുവനന്തപുരത്ത്? അങ്ങനെ താമസിക്കുന്നു? ഹസ്ബൻഡിന്റെ ISROയിലായിരുന്നു ജോലി. ഓ ശരി. ഇപ്പൊ ഞങ്ങള് റിട്ടയർ ചെയ്ത് പോങ്ങുമൂട്ടി താമസിക്കുന്നു. ഓ ശരി. അപ്പൊ ഇനിയിപ്പോ തിരുവനന്തപുരം വിട്ടു പോകുന്നില്ല, ഇവിടെ തന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹം ഇല്ല. കാരണം 42 കൊല്ലമായി തിരുവനന്തപുരത്തായിട്ട്. അയ്യോ, 42 കൊല്ലമായിട്ടും ആ ഒരു സംസാരം എപ്പോഴും തിരുവല്ലക്കാരിയായിട്ട് തുടരുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഇച്ചിരി പ്രായമുള്ളതാ കേട്ടോ. ആണല്ലേ? ഓ എനിക്ക് 2 മക്കളാണ്. ശരി. ഒരു മോള്, അവളെ കെട്ടിച്ച് 3 കുഞ്ഞുങ്ങള്, ഒരു മോന്, അവനൊരു കുഞ്ഞ്. അവന്റെ പേരാണ് നോയൽ. ഇച്ചിരി മുമ്പേ വിളിച്ചിരുന്നത്. ആണോ? ഇന്നൊരു ലക്കി ഡേ ആണ്. കാരണം സാധാരണ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചാൽ കിട്ടുന്നതല്ല. പക്ഷെ ഇന്ന് ആന്റിക്കും മോനും ഒരു ദൈവഭാഗ്യമുണ്ട്. കാരണം ഒത്തിരി പേര് ഞങ്ങളെ കംപ്ലൈന്റ് പറയാനുണ്ട് കിട്ടുന്നില്ലെന്ന്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വിളിച്ചിരുന്നു. ആണല്ലേ? നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു പഴയ പാട്ട് പാടി നല്ലതായിട്ട്. അയ്യോ, ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, മോളേന്റെ ഒരു 2 പേര് ഈ പാട്ട് ഞങ്ങൾക്ക് നോയലിന്റെ അമ്മുമ്മ, അമ്മച്ചി, മോന്റെ പാട്ട് കേട്ടിട്ട് അമ്മച്ചിയുടെ പാട്ടൂടെ കേൾക്കാം. പെട്ടെന്ന് പറയുമ്പോ ഏത് പാട്ടാ പാടണ്ടേ? പല്ലം തന്നീടുവാനേശ്വരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ യാതികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നമ്മുടെ യാതികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം ആഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം ആഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും.
പിന്നെ പുതുയുഗം തിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ആന്റി മതിയോ? അയ്യോ പിന്നെ ധാരാളം ആന്റി നല്ലതായിട്ട് പാടി. നോയലിന്റെ കൊച്ചുമമ്മി തന്നെ, നോയലിന്റെ അമ്മച്ചി തന്നെ. ഈ പ്രായത്തിനോടകം ധാരാളം സഹനങ്ങളും പരീക്ഷകളും ചോദനകളും ഒക്കെ അതിജീവിച്ചാണ് ഇന്ന് വരെ എത്തിയത്. ഓ ശരി ശരി. പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനല്ലായിരുന്നോ? നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇന്ന് അമ്മച്ചിയോടും കൊച്ചുമോനോടൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം ആന്റി. ഞങ്ങൾ ആന്റിക്ക് വേണ്ടി പാടേണ്ട ഏതെങ്കിലും പാട്ടിന് സജഷൻ ഉണ്ടോ? ഉണ്ട്. എനിക്കും വളരെ സന്തോഷം. ഞങ്ങൾ എല്ലാ ശനിയാഴ്ച ഇതുള്ളപ്പോഴെല്ലാം കാണും കേട്ടോ. ആണോ? ഓ ശരി ശരി. ഒത്തിരി സന്തോഷം ആന്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റി ഞങ്ങൾ ആന്റിക്ക് പാടിത്തരേണ്ട പാട്ട് ഏതാ? കേൾക്കുന്നല്ലോ. എക്കോ കേൾക്കുന്നത് എന്താ? ആന്റി ടി വി വല്ലതും ഓൺ ചെയ്തിട്ടേക്കുവാണോ? അല്ല 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 അല്ല. ഓക്കെ ഓക്കെ. ആന്റി ഞങ്ങൾ പാടിത്തരേണ്ട ഏതെങ്കിലും പാട്ടിന് സജഷൻ ഉണ്ടോ? എനിക്ക് വേണ്ടത് കൂടുവിട്ടൊടുവിൽ ഞാൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അടുത്ത കോളേഴ്സ് വെയിറ്റിംഗിലാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇച്ചിരി ഫാസ്റ്റ് ആക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാം. വീണ്ടും വിളിക്കണേ. പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ആന്റി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ. ബൈ. താങ്ക് യു. ഓക്കെ 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 ആന്റി. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ. ഓക്കെ, അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുള്ള മോളി ആന്റിയാണ് വിളിച്ചത്. മോളി ആന്റിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതെല്ലാം അവർ തിരുവല്ലായിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരാണ്. സ്ലാങ്ങൊന്നും വ്യത്യാസമില്ല. പിന്നെ തൊട്ടു മുമ്പ് കൊച്ചുമോനാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. നല്ല മിടുക്കൻ ഒരു പയ്യനാണ്. പക്ഷേ അത് ഭയങ്കര റയർ. അത് ഇന്ന് എന്തോ അവരത്രയ്ക്കും ആഗ്രഹിച്ചിട്ടുള്ള, അതാണ് ഇങ്ങനെ കോള് വിളിച്ചിട്ട് രണ്ടുപേർക്കും ഒരേപോലെ കിട്ടിയത്. അതെ. അപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നതിനും ഈ പ്രോഗ്രാമൊക്കെ കാണുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രോഗ്രാം ഒത്തിരി പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് പാട്ട് പാടിയിട്ട് ഇനി അതെ, നമുക്കപ്പം പ്രിയ ആന്റി പറഞ്ഞ കൂടുവിട്ടൊടുവിൽ എന്ന് പറയുന്ന പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. ഈ പറഞ്ഞ നമുക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചു. എനിക്ക് തോന്നുന്നു ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് പഴയ ഗാനങ്ങൾ കേൾക്കാനാണ്. അവരാവശ്യപ്പെടുന്നതും അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി വീണ്ടും നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. വീണ്ടും കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മളെല്ലാവരെയും വഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.